Empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തകനായ ദാവീദ് 39 അധ്യായം 4 വാക്യത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഓരോ മനുഷ്യ ജീവിതത്തിനെ സംബന്ധിച്ചും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണത്. നമുക്ക് ആ തിരുവചന ഭാഗത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അവസാനം എന്തെന്നും എന്റെ ആയുസ്സിന്റെ ദൈർഘ്യം എത്രയെന്നും എന്നെ അറിയിക്കണമേ. എന്റെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് ഞാൻ അറിയട്ടെ. ദാവീദ് രാജാവ് ഇത്രയേറെ സമ്പത്തുള്ള, സാധ്യതകളുള്ള, ഒന്നിനും കുറവില്ലാത്ത ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, തന്റെ ജീവിതത്തിന്റെ അവസാനം എന്തെന്ന് തന്നെ അറിയിക്കണമേ എന്ന്. തന്റെ ജീവിതം വളരെ ക്ഷണികമാണ്, ആ ഒരു ബോധ്യം തനിക്ക് ഉണ്ടാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. Empowering women in Christ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച പീലിപ്പോസിന്റെ 4 പുത്രിമാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ അഭിഷേകമായി മാറിയിരുന്നു. അവർക്ക് തങ്ങളുടെ ജീവിതത്തിന്റെ ക്ഷണികത എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്കുള്ള സമയം കർത്താവിന് വേണ്ടി അവർ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയായിരുന്നു. നമ്മൾ പഠിച്ചു കന്യകമാരും പ്രവചന വരം ലഭിച്ചവരുമായ ആ 4 സഹോദരിമാരെ കുറിച്ച്. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ എപ്രകാരം ഒരു പ്രകാശമായി അവർ നിലകൊണ്ടു എന്ന് നമ്മൾ പഠിച്ചു. ദുഃഖിതർക്ക് ആശ്വാസമായും കർത്താവിന്റെ സ്വരം അത് കൃത്യതയോടെ ആ സഭയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായും അവരുടെ ജീവിതം അവർ മാറ്റിവെക്കുകയായിരുന്നു. സാധ്യതകൾക്കൊന്നും അവർക്ക് കുറവുണ്ടായിരുന്നില്ല, സമ്പത്തിനും കുറവുണ്ടായിരുന്നില്ല. പക്ഷേ അവർ തങ്ങളുടെ ജീവിതം മുഴുവൻ, ആ ജീവിതകാലം മുഴുവൻ കന്യകമാരായി, കർത്താവിന്റെ പ്രവാചകരായി ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത അത് എത്രമാത്രം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം പരിപൂർണമായും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ആ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഒരു അഭിഷേകത്തിനായി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോ മാത്രം മതി എന്ന് നമ്മുടെ രാജാവിനോട് നമുക്ക് ഏറ്റു പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിനെ മാത്രം നോക്കി ജീവിക്കാനുള്ള ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ, കരങ്ങളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ. ഞങ്ങൾക്ക് യേശു മാത്രം മതി. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമെന്നേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം യേശു മതിയായവൻ. ഹല്ലേലൂയ. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. അതെ കർത്താവേ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മാത്രം മതി ഞങ്ങൾക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അതെ കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ അങ്ങ് മാത്രം മതി. അങ്ങയുടെ ഹിതം നിറവേറ്റുക, അത് മാത്രമായിരിക്കട്ടെ ഞങ്ങളുടെ ലക്ഷ്യം. ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മാത്രം നോക്കി ജീവിക്കാനുള്ള ഒരു അഭിഷേകം. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. ഞങ്ങളുടെ യേശു മതിയായവനാണ്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, ഹല്ലേലൂയ. നല്ല സ്വഭാവികളായി തീർത്തിടും യേശു മതിയായവൻ. ഹല്ലേലൂയ.
യേശു മതി എനിക്ക്, ഈശോയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. നിത്യജീവൻ മതി എനിക്ക്, നിത്യജീവൻ മതി എനിക്ക്. ഈശോയെ ആരാധന. കർത്താവെ, ആ ഒരു അഭിഷേകത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ചുയർത്തണമേ. അങ്ങയെ മാത്രം നോക്കി ജീവിക്കുവാൻ, അങ്ങയുടെ ഹിതം നിറവേറ്റി മാത്രം ജീവിക്കുവാനുള്ളൊരു കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ദൈവഹിതം മാത്രം നിറവേറ്റി ജീവിതം പൂർത്തീകരിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു അഭിഷേകം ഞങ്ങളിലും നിറയുവാൻ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരി ദൈവഹിതം നിറവേറ്റുന്ന കുടുംബങ്ങളായി തീരുവാനായി യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്നു മുതൽ പഠിക്കുവാനായി ധ്യാനിക്കുവാനായി പോകുന്നത് പഴയ നിയമത്തിലെ വളരെ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയിൽ വരെ ഇടം നേടിയ ഒരു മഹത് വ്യക്തിത്വത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. പഴയ നിയമത്തിലെ ഒരു പുസ്തകം തന്നെ സ്വന്തം പേരിൽ ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട റൂത്തിനെ കുറിച്ചാണ് ഇന്നു മുതൽ നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. നമുക്കറിയാം, റൂത്തിന്റെ അമ്മായിയമ്മ, ഭർത്താവിന്റെ അമ്മയുടെ പേര് നവോമി എന്നാണ്. റൂത്തിനെയും നവോമിനെയും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിലൂടെ കർത്താവ് നമ്മോട്, നാം ഓരോരുത്തരോടും എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുവാനായി പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ വംശാവലിയിൽ ഇടം നേടിയ ഒരു സ്ത്രീയാണ് റൂത്ത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം നമുക്ക് ആരംഭത്തിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. സൽമോൻ റാഹാബിൽ നിന്നും ജനിച്ച ബോവാസിന്റെയും ബോവാസ് റൂത്തിൽ നിന്നും ജനിച്ച ഓബദിന്റെയും ഓബദ് ജെസ്സയുടെയും ജെസ്സെ ദാവീദ് രാജാവിന്റെയും പിതാവായിരുന്നു. അതായത് ദാവീദ് രാജാവിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ട് വരും റൂത്ത്. അത്രമാത്രം പരിശുദ്ധ ഗ്രന്ഥത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് റൂത്ത്. നമ്മുടെ കർത്താവിന്റെ ആ വംശത്തിൽ, ആ തലമുറയിൽപ്പെട്ട ഒരു മഹനീയ വ്യക്തിത്വം. ഈ ഒരു റൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നുപോയ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടിയ 5 സ്ത്രീകളിൽ ഒരാളായി റൂത്തിനെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അതിന്റെ പിന്നിൽ വലിയ കാര്യങ്ങൾ റൂത്തിന്റെ ജീവിതത്തിലൂടെ കർത്താവിന് നമ്മളോട് പറയുവാനായിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റൂത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ സംഭവങ്ങളിലൂടെ കടന്നു പോയതായിരുന്നു. മൊവാബി സ്ത്രീ ആയ റൂത്ത് എങ്ങനെയാണ് കർത്താവിന്റെ വംശാവലിയിൽ ഇടം നേടിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ബെത്ലഹേംകാരനായ എലിമലേക്കും ഭാര്യയായ നവോമിയും ഇസ്രായേൽ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ അവർ മൊവാബ് ദേശത്തേക്ക് പോവുകയാണ്. ഈ സംഭവം നമുക്ക് വിവരിച്ചു തരുന്നത് റൂത്തിന്റെ പുസ്തകത്തിലാണ്. റൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. അവന്റെ പേര് എലിമലേക്, ഭാര്യ നവോമി.
പുത്രന്മാർ മഹലോനും കിളിയോനും. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഇഫ്രാത്യരായിരുന്നു. അവർ മൊവാബിൽ താമസമാക്കി. അതായത് എലിമലേക്കും ഭാര്യ നവോമിയും മക്കളായ മഹലോനും കിളിയോനും കൂടി അവർ കുടുംബമായി മൊവാബ് ദേശത്ത് വന്ന് പാർക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. കുഞ്ഞുങ്ങളായിരുന്ന മെഹലോനും കിളിയോനും വളർന്നു വന്നു. അവിടെ നിന്നും മൊവാബ് ദേശത്ത് നിന്നും അവർ വിവാഹം കഴിക്കുകയാണ്. മെഹലോൻ ഓർഫ എന്ന് പറയുന്ന സ്ത്രീയെയും കിളിയോൻ റൂത്തിനെയും വിവാഹം ചെയ്തു. അവർ അങ്ങനെ കുടുംബം ഒന്നിച്ച് സന്തോഷത്തോടെ മൊവാബ് ദേശത്ത് കഴിഞ്ഞിരുന്ന സമയത്താണ് അവരുടെ കുടുംബത്തിലേക്ക് വലിയ പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. വലിയ പ്രതിസന്ധികളെ അവർ നേരിടേണ്ടതായി വരികയാണ്. നമുക്ക് 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. നവോമിയുടെ ഭർത്താവ് എലിമലേക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. അതായത് അവർ സന്തോഷത്തോടെ ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എലിമലേക്ക് മരിക്കുകയാണ്. ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷമസന്ധിയിലേക്ക് അവർ കടന്നു വരികയാണ്. തുടർന്ന് വീണ്ടും ആ കുടുംബം പ്രതിസന്ധികളെ നേരിടുകയാണ് ചെയ്യുന്നത്. 5-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അങ്ങനെയിരിക്കെ മഹലോനും കിളിയോനും മരിച്ചു. നവോമിയുടെ മക്കളായിരുന്ന മഹലോനും കിളിയോനും എന്ത് സാഹചര്യങ്ങളാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, അവർ രണ്ടുപേരും മരിച്ചു പോവുകയാണ്. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു വിഷമത്തിലേക്ക് അവർ കടന്നു വരാനായിട്ടില്ല. ആ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആണുങ്ങൾ എല്ലാവരും, പുരുഷന്മാർ എല്ലാവരും, 3 പേരും എലിമലേക്കും മഹലോനും കിളിയോനും മരിച്ചു പോവുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അവിടെ 3 സ്ത്രീകൾ അവശേഷിക്കുകയാണ്. നമുക്കറിയാം, നവോമിയും ഓർഫായും റൂത്തും. ഇവരിലൂടെയാണ് തുടർന്ന് റൂത്തിന്റെ പുസ്തകം മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുവാനായി പോകുന്നത്, ഈ ഒരു വലിയ പ്രതിസന്ധി സമയത്ത് എത്രയും വലിയ ഒരു ബുദ്ധിമുട്ട് അവരുടെ കുടുംബത്തിൽ ഉണ്ടായപ്പോഴും സ്വാഭാവികമായും ആ കുടുംബത്തിൽ വലിയ വിഷമങ്ങൾ ഉണ്ടാകും. മുന്നോട്ട് പോകാൻ തന്നെ എങ്ങനെയാണ് ആകെ ഒരു പ്രതിസന്ധി സമയമാണ്. പക്ഷേ ഇത്രയേറെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇവിടെ നവോമി കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത്. അവൾ ഒത്തിരിയേറെ വിഷമങ്ങൾ കർത്താവിനോട് പറയുന്നുണ്ട്, ഒത്തിരിയേറെ നിരാശപ്പെടുന്ന വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ കർത്താവിലുള്ള ആശ്രയം അവൾ വിടുന്നതായി നമ്മൾ കാണുന്നില്ല. കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവ് നയിക്കുന്ന വഴിയെ നവോമി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് റൂത്തിലും സംഭവിച്ചത്. റൂത്തും തന്റെ അമ്മയുടെ ദൈവത്തെ, നമുക്കറിയാം മൊവാബ് ദേശത്താണ് അവൾ വളർന്നു വന്നത്. മൊവാബ്യരായ അവരുടെ കൾച്ചർ, അവരുടെ പ്രാർത്ഥനകളെല്ലാം ഇസ്രായേലിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ വിവാഹത്തിനു ശേഷം റൂത്ത് അവളുടെ അമ്മയുടെ ദൈവത്തെ, അവളുടെ ഭർത്താവിന്റെ ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിക്കുകയായിരുന്നു. ഇത്രയേറെ വലിയ പ്രതിസന്ധികൾ തന്റെ ജീവിതത്തിൽ വന്നിട്ടും, ഭർത്താവ് മരിച്ചു, കുഞ്ഞുങ്ങളില്ല, ആകെ അനാഥപ്പെട്ട ഒരു അവസ്ഥയിലായിട്ടും അവൾ തന്റെ ഭർത്താവിന്റെ ദൈവത്തെ, തന്റെ അമ്മയുടെ ദൈവത്തെ കൂട്ടുപിടിക്കുകയാ ചെയ്യുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ വളരെ പ്രതിസന്ധികൾ നേരിടുന്നവരാണ് നാം ഓരോരുത്തരും. ചെറുതും വലുതുമായ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ആ സമയത്ത് നമ്മുടെ പ്രതികരണം എന്താണ്? നാം കർത്താവിനോട് എങ്ങനെയാണ് നമ്മുടെ വിഷമങ്ങൾ ഏറ്റു പറയുന്നത്? പരാതിയായി, പിറുപിറുപ്പായി, കർത്താവിനോട് ആവശ്യമില്ലാത്തതൊക്കെ പറയുന്ന പ്രകൃതമാണോ നമ്മുടേത്? ഈ ഒരു ചോദ്യമാണ് റൂത്തിലൂടെ ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. പ്രതിസന്ധികൾക്ക് മുൻപിൽ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? വളരെയേറെ ചിന്തിക്കേണ്ട, കർത്താവിനോട് നമ്മുടെ ആ ബന്ധം അത് എത്രമാത്രമുണ്ടെന്ന് വളരെ നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു അവസരമാണ് പ്രതിസന്ധികളോടുള്ള നമ്മുടെ പ്രതികരണം. പരിശുദ്ധ ബൈബിളിൽ നമുക്ക് ഒത്തിരിയേറെ വിശുദ്ധരായ ജീവിതങ്ങളെ കാണാനായിട്ട് സാധിക്കും. പ്രതിസന്ധികൾ ഒത്തിരി വരുമ്പോഴും കർത്താവിനെ വിട്ടുപിരിയാതെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഈ പ്രതിസന്ധികളെ തങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ കൈപിടിച്ചെന്നെ കൊണ്ടുപോകുവാൻ എന്റെ കർത്താവ് ശക്തനാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ കർത്താവ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ പല പ്രാവശ്യം പഠിച്ചതാണ്, എന്തിനാണ് ഈ ജീവിതങ്ങളെ നമുക്ക് കർത്താവ് കാണിച്ചു തരുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകാൻ, അതുപോലെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാൻ
ഇതിനായിട്ടാണ് കർത്താവ് ഇവരെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പൂർവ്വ ജോസഫിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മൾക്കറിയാം ജോസഫ് കടന്നുപോയ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന്. വളരെയേറെ ഒറ്റപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട, വളരെയേറെ സഹോദരങ്ങളാൽ പോലും തഴയപ്പെട്ട ഒരു ജീവിതമായിരുന്നു ജോസഫിൻ്റെത്. എത്ര വലിയ കാഠിന്യത്തിലായിരിക്കുമ്പോഴും, കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും, ചെയ്യാത്ത കുറ്റങ്ങൾ തൻ്റെ മേൽ കുറ്റമായി ചുമത്തപ്പെടുമ്പോഴും എല്ലാം അവൻ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാ നമ്മൾ കാണുന്നത്. ഒരിക്കൽ പോലും ജോസഫിന്റെ അധരത്തിൽ നിന്ന് കർത്താവിനെ കുറ്റം പറയുന്ന, കർത്താവിനെ പഴിചാരുന്ന ഒരു വാക്ക് പോലും വന്നിട്ടില്ല. എത്രമാത്രം വലിയ മഹാത്മ്യമുള്ള ഒരു ജീവിതമായിരുന്നു ജോസഫിൻ്റെത്. ഇത്രയും കഷ്ടപ്പാടുകളിലൂടെ താൻ കടന്നുപോയി അവസാനം വലിയ മഹത്തായ പൊസിഷനിൽ അദ്ദേഹം എത്തുന്നുണ്ട്. അപ്പോൾ ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നെ ഇവിടെ വിറ്റതോർത്ത് ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ടയച്ചത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ജോസഫിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും ആരംഭം എവിടെയായിരുന്നു? ഈ സഹോദരന്മാർ ജോസഫിനെ വിറ്റ് പിതാവിൽ നിന്നും അകറ്റുന്ന ആ ഒരു സംഭവത്തിലൂടെയാണ് ജോസഫിന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ കടന്നു വരുന്നത്. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. പക്ഷേ സഹോദരന്മാരെ വീണ്ടും കാണുമ്പോൾ, തന്റെ പ്രശ്നത്തിന് കാരണക്കാരായ തന്റെ സഹോദരന്മാരെ കാണുമ്പോൾ ജോസഫ് കർത്താവിന്റെ വലിയ വഴികളെ കുറിച്ച് അവിടെ പറയുന്നത്. എന്നെ ഇവിടെ നിങ്ങൾ വിറ്റതോർത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി കർത്താവ് വലിയ വഴി ഒരുക്കുകയായിരുന്നു എന്ന്. ഇങ്ങനെ കാണാൻ, കർത്താവിന്റെ പ്രവർത്തികളെ ക്വസ്റ്റ്യൻ ചെയ്യാതെ അതിലൂടെ കർത്താവിന്റെ നടത്തിപ്പ് കാണാനുള്ളൊരു കൃപ, അതിനായിട്ടാ സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായും പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ കർത്താവ് ഇത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ അനുവാദത്തോടെയാണ് ഇതെന്റെ ജീവിതത്തിൽ വന്നതെങ്കിൽ ഒരിക്കലും അതെനിക്ക് തിന്മയായി മാറുകയില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇതാണ് പുതിയ നിയമത്തിലെ പൗലോസ്ലീഹായും മറ്റ് അപ്പസ്തോലന്മാരും എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. എത്രയോ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വധഭീഷണിയിലൂടെ എല്ലാം അവർ കടന്നുപോയി. എന്നാൽ പൗലോസ്ലീഹ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അവിടെ 3-ാം തിരുവാക്യം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. പൗലോസ്ലീഹ ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറയുന്നേ? താൻ നേരിടുന്ന കഷ്ടതകളിലെല്ലാം അദ്ദേഹം അഭിമാനിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് 4-ാം വാക്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ കഷ്ടതകൾ എങ്ങോട്ടാണ് പൗലോസ്ലീഹായെയും മറ്റു ശിഷ്യന്മാരെയും ഒക്കെ എത്തിച്ചത്? കർത്താവിലുള്ള പ്രത്യാശയിലേക്ക് അവരെത്തുന്നത്. നിരാശപ്പെട്ട് എണ്ണിപ്പെറുക്കി അങ്ങനെ ദുഃഖിച്ച് കഴിയുന്ന ഒരു ജീവിതങ്ങളായിട്ടല്ല ഇവരെ നമ്മൾ കാണുന്നത്. കഷ്ടതകളിലൂടെ സഹനശീലത്തിലേക്കും, സഹനശീലങ്ങൾ ആത്മധൈര്യത്തിലേക്കും, തുടർന്ന് അതെല്ലാം പ്രത്യാശയിലേക്കുമാണ് ഇവരെ എത്തിക്കുന്നത്. ആ ഒരു കൃപ, അതാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നത് ഈ ഒരു കൃപയാണ്. ഓരോ കഷ്ടത വരുന്നതും നമ്മുടെ കർത്താവിൽ പ്രത്യാശ വർദ്ധിക്കുന്നവരായി നമ്മൾ മാറണമെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്കും നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ച റൂത്തിന്റെ ജീവിത കഥ ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഇത്രയേറെ കഷ്ടതകൾ തൻ്റെ ജീവിതത്തിൽ വന്നപ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന റൂത്തിനെയാണ്, നവോമീനെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ വാക്കുകളിൽ വിഷമങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒത്തിരിയേറെ പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടതായി വരുന്നുണ്ട്. ഒരു അന്യദേശത്ത് ഭർത്താവില്ലാതെ, മക്കളില്ലാതെ അവർ കഴിയുകയാണ്.
അത്രയേറെ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോഴും അവർ കർത്താവ് പറയുന്ന വഴിയെ പോകുന്നതായിട്ടാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, വിഷമങ്ങളെ എല്ലാം എങ്ങനെ നേരിടണമെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ ഒരു അഭിഷേകത്തിലേക്ക് നമുക്ക് ഉയരാം. അതിനായി നമുക്ക് പ്രാർത്ഥിച്ച് ആ ഒരു കൃപ നമുക്ക് നേടിയെടുക്കാം. സങ്കീർത്തകനായ ദാവീദ് 42-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. എന്റെ ആത്മാവേ, എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായവും എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ഞാൻ വീണ്ടും പുകഴ്ത്തും. കഷ്ടതകളിലും പ്രതിസന്ധികളിലും ആയിരിക്കുന്ന ഓരോരുത്തരോടും സങ്കീർത്തകനിലൂടെ കർത്താവ് ചോദിക്കുകയാണ്, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പെടുന്നു? നിന്റെ സഹായമായ, നിന്റെ ദൈവമായ കർത്താവിൽ നീ പ്രത്യാശ വയ്ക്കുക. അവിടെ എല്ലാത്തിനും നമുക്ക് ഉത്തരമുണ്ട്. നമ്മുടെ ഓരോ കഷ്ടതയ്ക്കും, പ്രതിസന്ധിക്കും, വിഷമത്തിനും എല്ലാം തക്കതായ കാരണങ്ങളുണ്ട്, തക്കതായ ഉദ്ദേശങ്ങളുണ്ട്. കർത്താവിലുള്ള പ്രത്യാശയിൽ ഉറച്ചുകൊണ്ട് നമ്മുടെ കർത്താവാണ് നമ്മുടെ സഹായം എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് നമുക്ക് നൽകിയ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി നമുക്ക് ശ്രമിക്കാം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. കർത്താവ് നമ്മെ വചനത്തിലൂടെ നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾക്കായിട്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ കർത്താവാണ് നമ്മുടെ സഹായമെന്ന്, നമ്മുടെ ആശ്രയമെന്ന് നമുക്ക് ഏറ്റു പറഞ്ഞ് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങാണ് ഞങ്ങളുടെ സർവസ്വം എന്ന് ഏറ്റു പറയുകയാണ്. പ്രതിസന്ധികളിലൂടെ നടന്നു പോകുമ്പോഴെല്ലാം അങ്ങേ നോക്കി നടക്കുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഹല്ലേലൂയ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നാ പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്നാ പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രതിസന്ധികളെ, ചെങ്കടൽ പോലെയുള്ള ഞങ്ങളുടെ പ്രതിസന്ധികളെ, അതിനിടയിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തുന്നതായി വിശ്വാസത്തിൽ ഞങ്ങൾ കാണുന്നു. കർത്താവെ, ജെറിക്കോ കോട്ടകളെ അങ്ങ് ഞങ്ങളുടെ മുൻപിൽ നിലം പതിപ്പിക്കുന്നതായി ഞങ്ങൾ കാണുന്നു. കർത്താവെ, എത്ര വലിയ പ്രതിസന്ധികളും നിസ്സാരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. ഞങ്ങൾ കർത്താവിനോട് ഒപ്പമാണ്. നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. ഞങ്ങളുടെ പ്രതിസന്ധികളെല്ലാം ഞങ്ങളുടെ മുന്നിൽ വീഴുന്നതായി ഞങ്ങൾ കാണുകയാണ്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങ് നടത്തുന്ന വലിയ വഴികളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ചെങ്കടലിന് മുന്നിൽ നിൽക്കുമ്പോഴും വലിയ വലിയ പ്രതിസന്ധികളുടെ മുൻപിൽ നിൽക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ ആ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റൂത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ കർത്താവ് നൽകുന്ന മറ്റൊരു ആഹ്വാനവുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ, കർത്താവ് നൽകുന്ന ആഹ്വാനം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് വരാം.
ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളും എല്ലാം അറിയിക്കുക. കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9452199811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.